വ്യാജ പരാതിക്കാരെ പൂട്ടാൻ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എന്റെ ജാമ്യം വേണമെന്ന് പറഞ്ഞാണ് ഞാൻ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ലേ അപ്രോച്ച് ചെയ്യാൻ പറ്റും. പുതിയൊരു ഫ്രെയിംവർക്ക് ഉണ്ടാകണമെന്നും ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുവെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ പല വിധിന്യായങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കേസ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ, എനിക്കെതിരെ എഫ്ഐആറും മറ്റും ഇടുന്ന സ്റ്റേജിൽ മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ശ്രീ വി ഡി സതീശൻ ജിക്ക് സമർപ്പിക്കുന്നു. അത് ആലങ്കാരികമായിട്ടൊന്നും സമർപ്പിക്കുന്നതല്ല, ഒറിജിനലി സമർപ്പിക്കുന്നു. കാരണം നിങ്ങൾ പലർക്കും ഈ ബിൽ ഓർമ്മ കാണും. ബിൽ നമ്പർ 246, ഈ ബിൽ നമ്പർ 246. ഇത് കഴിഞ്ഞ ഫെബ്രുവരി 2025 ഫെബ്രുവരിയിൽ നമ്മുടെ നിയമസഭ, കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ്, കേരള നിയമസഭാ പ്രിന്റിംഗ് പ്രസ് പ്രസിദ്ധീകരിച്ച് 140 MLA-മാർക്കും കൊടുത്ത സ്വകാര്യ ബില്ലാണ്. കോൺഗ്രസിലെ പ്രമുഖനായ MLA ശ്രീ എൽദോസ് അവതരിപ്പിക്കാനിരുന്ന പ്രമുഖമായ ബില്ലാണ്. ഇത് ശ്രീ വി ഡി സതീശൻജിയാണ് മുമ്പോട്ട് പോകാതെ നിർത്തിയിരിക്കുന്നത്. ഞാൻ എന്ത് വാക്ക് ഉപയോഗിക്കണം എന്ന് ആലോചിക്കാൻ. മുമ്പോട്ട് പോകാതെ നിർത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ഷംസീർ എന്ന് പറയുന്ന ഞങ്ങൾ ഇങ്ങനെ ഇതേപോലൊരു സാധനം ഏകദേശം നല്ല കട്ടിക്കാണ്. സാറിന് നിയമസഭ പ്രിന്റിംഗ് പ്രസ് അടിക്കുന്ന പോലെ ഒന്നുമല്ല. 350 GSM-ൽ കാര്യമായിട്ട് 8 പേജ്, ഒരെണ്ണത്തിന് ഏകദേശം 120 രൂപയായി. അങ്ങനെ 500 എണ്ണം അടിച്ചു. 60,000 62,000 രൂപ എന്തോ അന്ന് അവർക്ക് എല്ലാത്തിനും കൂടെ കൊടുത്തത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശിട്ട് കുറെ നല്ല പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുന്നവർ, പുരുഷന്മാരുടെ വേദന തിരിച്ചറിയുന്ന സ്ത്രീകൾ, അങ്ങനെ കുറച്ചു പേര് ഹെൽപ്പ് ചെയ്താണ് ഈ സാധനം. ഇതിന്റെ എല്ലാ ഞങ്ങൾ MLA-മാർക്കും നമ്മുടെ സംസ്ഥാനം മുഴുവൻ ക്യാമ്പയിൻ ചെയ്തു. ദേശീയ തലത്തിലെത്തി, ഡൽഹിയിലടക്കം എത്തി, പലരും കൊടുക്കുകയും ചെയ്തു. ഇത് നമ്മുടെ MLA നമ്മുടെ ഷംസീർ ജിക്ക്, അതായത് നമ്മുടെ സ്പീക്കർ ബഹുമാനപ്പെട്ട AN ഷംസീറിന് കൊടുത്ത ജനുവരി 23-ന് കൊടുത്ത ഔദ്യോഗികമായ റിക്വസ്റ്റ് ആണ്. അതിന്റെ ഭാഗമായി അദ്ദേഹം അനുമതിയും തന്നു. CPM-ന്റെ സ്പീക്കറായ ശ്രീ ഷംസീർ അതിന് അനുമതിയും തന്നു. അല്ലെങ്കിൽ CPM സ്പീക്കർ എന്നല്ല, അദ്ദേഹത്തിന് ആ പാർട്ടിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇതുപോലത്തുള്ള ബില്ലുകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ, പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആണുങ്ങൾക്കെതിരെയുള്ള ഈ വ്യാജ പരാതി തടയാൻ കഴിയൂ. റിനി എനിക്കെതിരെ പരാതി കൊടുത്തത് വളരെ നല്ലതാണ്, ഞാൻ സ്വാഗതം ചെയ്തു. കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് പോയി എനിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് സൂചിപ്പിക്കും. ഓൾറെഡി DGPക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, സൈബർ സെല്ലിന് പരാതി കൊടുത്തു, ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പരാതി കൊടുത്തു. പക്ഷെ ആ പരാതി കൊണ്ടൊന്നും ഇവർ അനങ്ങില്ല. കാര്യം നമുക്ക് ആ ഫ്രെയിംവർക്ക് ഇല്ല, നമുക്ക് ആ സംവിധാനമില്ല, നമുക്ക് ആ നിയമത്തിന്റെ സ്ട്രക്ചർ ഇല്ല. പകരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി ഒരു തവണ എന്റെ പേര് കൂടി എടുത്ത്, വളരെ ആദരണീയനായ ശ്രീ കുഞ്ഞികൃഷ്ണൻ സാറ്, ജഡ്ജിയായ കുഞ്ഞികൃഷ്ണൻ സാറ് എന്റെ പേരും കൂടെ എടുത്ത് മെൻഷൻ ചെയ്ത് വ്യാജ പരാതികൾക്കെതിരെ പോരാടുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയൊരു അംഗീകാരവും അഭിമാനവുമായി തോന്നിയതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതേപോലൊരു വ്യാജ പരാതി വന്നപ്പോൾ ആ സ്ത്രീയുടെ പരാതി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നൌഷാദ് എന്ന് പറഞ്ഞൊരു കണ്ണൂരുകാരൻ അനുകൂലമായി വിധി കൊടുത്തപ്പോൾ എന്റെ അവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് അലക്സ് ജോൺ വളരെ പ്രമുഖനായ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തോട്, രാഹുൽ ഈശ്വറിനോട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൂടി കോടതി പറയുകയുണ്ടായി. എനിക്ക് വലിയ ജീവിതത്തിലെ ഒരു ആദരമായി ഞാൻ കാണുന്ന സാധനമാണ്. അപ്പോ കോടതിയോട് പുരുഷ കമ്മീഷൻ കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം കോടതിക്ക് അത് കൊണ്ടുവരാനുള്ള റൈറ്റ് ഇല്ല. ഇത് നമ്മുടെ സാമാജികർ, പോളിസി മേക്കേഴ്സും ലോ മേക്കേഴ്സും ഉണ്ടാക്കേണ്ടതാണ്. പകരം ഇതിൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ കോടതി കൂടി ശ്രദ്ധിക്കണമെന്നും വ്യാജ പരാതികൾ തടയാൻ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാകണമെന്നും ആ ഫ്രെയിംവർക്കിന്റെ സജഷനായിട്ട് അടുത്ത ഘട്ടമായിട്ടാണ്, ഫസ്റ്റ് ഘട്ടത്തിലല്ല, കൂടുതൽ പോകുമ്പോൾ ഒരു വ്യാജ പരാതികളുടെ ഫ്രെയിംവർക്ക് ഉണ്ടാകണമെന്നും ആദ്യം തന്നെ കോൺഫിഡൻഷ്യലായ ഒരു ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ ഈ വാർത്തകൾ പോലീസുകാരും മാധ്യമങ്ങളും വെളിവിടാവൂ. ഉദാഹരണം, എനിക്ക് നേരെ ഒരു ലൈംഗികാരോപണം വന്നു എന്നിരിക്കട്ടെ. അത് പോലീസിന് B എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ലെങ്കിൽ C എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കൊടുത്തു എന്നിരിക്കട്ടെ. ഉടനെ പത്രക്കാർ വാർത്തയാക്കും, രാഹുൽ ഈശ്വർ അതാ ആ കേസിൽ പ്രതി, ഈ കേസിൽ പ്രതി എന്നൊക്കെ പറഞ്ഞ്, റേപ്പ് കേസിൽ പ്രതി എന്നൊക്കെ പറഞ്ഞ് വാർത്തയാക്കും. അത് തെറ്റാണെന്നും പകരം പോലീസുകാർ പ്രഥമ ദൃഷ്ടിയ അന്വേഷിച്ച് കേസെങ്കിലും നിലനിൽക്കുന്നു എന്ന് കണ്ടാലേ വാർത്ത കൊടുക്കാൻ പാടുള്ളൂ. കാര്യം ഞങ്ങൾക്കും സ്വകാര്യതയുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി തന്നെ നമ്മൾ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈക്കോടതിയുടെ വിധി, ഞാൻ ആ വിധി ഒന്ന് എടുത്തോട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി 10 സെപ്റ്റംബർ 2024. ഹൈക്കോടതിയുടെ ഒറിജിനൽ രേഖയാണ്. 10 സെപ്റ്റംബർ 2024 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 10 സെപ്റ്റംബർ 2024 ഹൈക്കോടതിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് പരാതിക്കാരായ സ്ത്രീകളെ പോലെ തന്നെ ആരോപിതരായ പുരുഷനും സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുക.
ആ പുരുഷന്റെയും ഐഡന്റിറ്റി ശ്രദ്ധിക്കുക, ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നുള്ളത് കാര്യങ്ങൾ. അതായത് തെറ്റുകാരനാണെന്ന് കണ്ടെത്തുന്നത് വരെയോ അറ്റ്ലീസ്റ്റ് പോലീസ് കേസെടുക്കുന്നത് വരെയോ, അതായത് നാളെ ഒരു റിനിക്ക് വന്ന് രാഹുൽ ഈശ്വറിനെതിരെയോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ഒരു ഷാജനെതിരെ എക്സ് ഓർ വൈ ആർക്കെതിരെയോ ഒരു വ്യാജ പരാതി കൊടുത്തുകൊണ്ട് ആ വ്യാജ പരാതിയുടെ മേൽ വാർത്ത സൃഷ്ടിച്ച് ഇപ്പോ എന്താ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് എടുക്കുമെന്നൊക്കെ തെല്ലാനും പഞ്ച് ഡയലോഗ് ഉണ്ടാക്കാനുമുള്ള അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൂവ്. ആ വ്യാജ പരാതിക്കാരെ പൂട്ടാൻ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോവുകയാണ്. എന്റെ ജാമ്യത്തിന്റെ അപേക്ഷയോടുകൂടി തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റേസ് ചെയ്യും. കാര്യം എന്നാലേ എനിക്ക് ലോക്കസ് ഉണ്ടാവും. കോടതിയോ ഇല്ലെങ്കിൽ കോടതി എന്ത് പറയുന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് പുതിയ നിയമം സൃഷ്ടിക്കാൻ കഴിയില്ല. അതെങ്ങനെയാണ് റൈറ്റ്? കോടതിക്ക് പുതിയ നിയമം സൃഷ്ടിക്കാൻ കഴിയില്ല, ഉള്ള നിയമത്തെ വ്യാഖ്യാനിക്കാനേ കഴിയൂ. അപ്പോൾ നമ്മൾ പറയുന്നത് നേരത്തെ കൊടുത്ത BNS 248 അടക്കം എനിക്കെതിരെ വ്യാജ പരാതികളുണ്ട്, വ്യാജ പരാതികൾ വളർന്നു വരുന്നു, അതിനൊരു ഫ്രെയിംവർക്ക് വേണം. കോടതിയുടെ മുന്നത്തെ വിധികളുണ്ട്, ആ വിധികളുടെ പശ്ചാത്തലത്തിൽ എൻ്റെ റൈറ്റ് ടു പ്രിവസി അതും സംരക്ഷിക്കപ്പെടണം. അങ്ങനെ ഒരു ഫ്രെയിംവർക്ക് കോടതികൾ വഴിയെങ്കിലും ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇത് ചെയ്യേണ്ടി വരുന്നത് ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ ജി ഇത് മുമ്പോട്ട് പോകാതെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രീ VD സതീശൻ ജി അടക്കം ഇത് ശ്രദ്ധിക്കണം. അങ്ങ് പോലീസിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്നത് വളരെ നല്ലതാണ്. പോലീസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം. ഇൻ ഓൾ പ്രോബബിലിറ്റി നമ്മൾ വീഡിയോ എവിഡൻസ് കണ്ടതാണ്. അതുകൊണ്ട് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്, അതിശക്തമായ നടപടികൾ വേണം. അതോടൊപ്പം കൂടുള്ള പുരുഷന്മാരുടെ വേദനയും അങ്ങ് ശ്രദ്ധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മാത്രമല്ല, ഈ നാട്ടിൽ ഒരുപാട് പുരുഷന്മാർ, ഞാനും അങ്ങുമൊക്കെ ജനിച്ച ഈ പുരുഷവർഗത്തിൽ ബുദ്ധിമുട്ടും വേദനയും വിഷമവും അനുഭവിക്കുന്നുണ്ട്. പുരുഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു പോയാൽ അങ്ങ് സ്ത്രീ വിരുദ്ധനൊന്നും ആവില്ല. അതായത് പുരുഷന്മാരുടെ വളരെ ലെജിറ്റിമേറ്റ് ആയ ആവശ്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ അങ്ങ് സ്ത്രീ വിരുദ്ധനും പുരോഗമന വിരുദ്ധനും ഒന്നും ആവില്ല. അത് ഈ ലെഫ്റ്റ് ലിബറൽ പറയുന്ന കള്ളമാണ്. ആ തെള്ളിൽ അങ്ങ് വീണു പോകരുത്. അങ്ങ് കോൺഗ്രസ് പാർട്ടിയുടെ, മഹാത്മാഗാന്ധിയുടെ പാർട്ടിയുടെ ആളാണ്. ഒരു സെൻട്രിസ്റ്റ് ആയിട്ട് മധ്യവർത്തിയായി നിന്ന് ബാലൻസ്ഡ് ആയ ഒരു നിലപാടെടുക്കാൻ അങ്ങേക്ക് കഴിയണമെന്നുള്ളതാണ് താഴ്മയായ അഭ്യർത്ഥന. അതുകൊണ്ട് തന്നെയാണ് ഇത് സതീശൻ ജിക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സതീശൻ ജിയോട് ആശയപരമായ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഒരു നെഹ്റുവിയനാണ്, ഞാനൊരു ഗാന്ധിയനാണ്. പക്ഷേ നമ്മൾ രണ്ടു പേരാണെങ്കിലും നമുക്ക് ഈ രാജ്യത്തിന്റെ ഒരു ബാലൻസ് കാത്തു സൂക്ഷിക്കാനുണ്ട്. ചിലരെങ്കിലും ഓർമ്മ കാണും, പുരുഷ കമ്മീഷൻ എന്ന അഭ്യർത്ഥനയും കഴിഞ്ഞ ഫെബ്രുവരി 4, 2025 VD സതീശൻ ജിക്ക് തന്നെയാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങയോട് ആശയപരമായ വിയോജിപ്പേ ഉള്ളൂ, വ്യക്തിപരമായ യാതൊരു വിരോധവുമില്ല. ദാർശനികമായ, രാഷ്ട്രീയപരമായ, ആശയപരമായ ബഹുമാനത്തോടുള്ള വിയോജിപ്പാണ്. അതുകൊണ്ട് VD സതീശൻ ജിയും കൂടെ ഇത് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് മെനക്കെട്ട് ചെയ്തതാണ്. എൻ്റെ വീട്ടിൽ അരി മേടിക്കാൻ വേണ്ടി അല്ല ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്ത വിരലെണ്ണാവുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ലാഭത്തിനൊന്നും വേണ്ടി ചെയ്തതല്ല. റിനി അടക്കമുള്ള ഫെമിനിസ്റ്റുകൾ എനിക്കെതിരെ വന്നാൽ നേരിടാൻ എനിക്കറിയാം, ആരും എന്നെ മൂക്കി കയറ്റാനൊന്നും പോണില്ല. പക്ഷെ സാധാരണക്കാർ വീണുപോകും, സാധാരണ പുരുഷന്മാർ തളർന്നു പോവും, തകർന്നു പോവും. അങ്ങനെ ആത്മഹത്യ ചെയ്ത, സ്വയം നശിപ്പിച്ച സുനീർ അടക്കമുള്ള ഒരുപാട് പേരെ ഞങ്ങൾ ഡീൽ ചെയ്യുന്ന കേസുകളാണ് ഈ വ്യാജ പരാതികളിൽ തകർന്നു പോകുന്നത്. പെണ്ണിന്, തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് മുതലാക്കാനായിട്ട് നമ്മുടെ നിയമ സംവിധാനത്തെ വെച്ചു കൊടുക്കരുത്. അത് പുരുഷനും സ്ത്രീക്കും നീതി വേണം. സ്ത്രീക്ക് കൂടുതൽ പരിഗണന കൊടുത്തോളൂ, വേണ്ടെന്ന് ആരും പറയുന്നില്ല. സ്ത്രീക്ക് മുൻഗണനയും പരിഗണനയും കൊടുക്കൂ, പുരുഷന് അവഗണന പാടില്ല. അതാണ് മെൻസ് കമ്മീഷൻ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നിയമസഭയിൽ കൊണ്ടുവരാൻ ഡേറ്റ് പോലും ലഭിച്ച ബില്ല്, ആ ബില്ലിന്റെ കോണ്ടന്റ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനും എന്തെങ്കിലും ഫ്രെയിംവർക്ക്, അതിന്റെ ആത്മാംശത്തിന്റെ ഫ്രെയിംവർക്ക് ഈ പരാതിയുടെ ഭാഗമായും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഹൈക്കോടതിയിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അനുകൂലമായ ഒരു സമീപനം, വിധിയൊക്കെ വരാൻ സമയമെടുക്കും, ഒരു സമീപനമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എന്നിട്ടൊരു നാഷണൽ ഫ്രെയിംവർക്ക് ആക്കാനാണ് ആഗ്രഹം. ജയ് ഹിന്ദ്. ഇത് നമ്മുടെ അച്ഛന്, മകന്, സുഹൃത്തിന്, നമുക്ക് വേണ്ടിയാണ്. ഇതിനെ എല്ലാ സ്ത്രീകളും പിന്തുണയ്ക്കണം. കാര്യം നമ്മുടെ മകനോ അച്ഛനോ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്.